ഈശോയുടെ ഈ തിരുഹൃദയ തിരുനാൾ ദിവസം കർത്താവിൻ്റെ വലിയ കൃപകളും നന്മകളും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മളിൽ അതിശക്തമായി വെളിപ്പെടുന്നതിനും നിറയപ്പെടുന്നതിനും വേണ്ടി നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. കുറച്ച് മുമ്പുള്ള ലൈവ് കട്ട് ഓഫ് ആയി പോയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ, ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും വലിയ മനോഭാവം എനിക്ക് ഈശോ ഉള്ളത് ഉണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഈശോ പറഞ്ഞു ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അപ്പം കർത്താവ് ഉണ്ട്, എനിക്ക് എൻ്റെ ഈശോയുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ സമയത്ത് എനിക്ക് എൻ്റെ ഈശോയെ ലഭിച്ചതാണ് എൻ്റെ ഏറ്റവും വലിയ നന്മ, എൻ്റെ അനുഗ്രഹം എന്ന ആ ഒരു ബോധ്യത്തിൽ നിന്ന് ഈശോയെ അങ്ങ് എനിക്കുള്ളതിനായി ഞാൻ നന്ദി, അങ്ങയ്ക്കായി നന്ദി, അങ്ങനെ നന്ദി പറഞ്ഞു ഈശോയ്ക്കായിട്ട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മാനുഷികമായ പല ചിന്തകളുമുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മൾ ചിന്തിക്കും, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഓൺലൈനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളിൽ എന്തെങ്കിലും ഫലം കിട്ടുമോ? കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മാനുഷികമായ ഈ കാഴ്ചപ്പാടിൽ നിന്നെല്ലാം പുറത്തു വന്നിട്ട് ആത്മാവിൽ നമ്മൾ കൈകോർക്കുവാണ്. കൊറിന്തോസുകാർക്ക് എഴുതുന്ന ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ജോസഫിൻ്റെയും മറിയയുടെയും പുത്രനായ ജൂതന്മാർ കണ്ടുകൊണ്ടിരുന്ന യേശുവിനെ അവർക്കെല്ലാം അറിയാം. എന്നാൽ ഇന്ന് ആത്മാവാകുന്ന ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവാകുന്ന ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ് നമ്മളിൽ നിറയപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഒരു ശുശ്രൂഷ പങ്കെടുക്കുമ്പോഴാകട്ടെ, ഒരു വചനപ്രഘോഷണം കേൾക്കുമ്പോഴാകട്ടെ, അവിടെ ഒരു വ്യക്തിയെ കാണുമായിരിക്കും നിങ്ങൾ. ചിലപ്പോൾ ഇപ്പം എന്നെ കാണുക, ഈ വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോടൊപ്പം എന്നുള്ള മാനുഷിക കാഴ്ചപ്പാടിൽ നിന്ന് ക്രിസ്തുവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന ബോധ്യത്തിൽ, ക്രിസ്തു ഞങ്ങളുടെ നടുവിലുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് ആ മാനുഷികമായ കാഴ്ചപ്പാടിൽ നിന്ന് ഇന്ന് ക്രിസ്തുവാണ് ഞങ്ങളുടെ നടുവിൽ ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്, ഈ ഒരു പ്രാർത്ഥനാ നിമിഷം ഒരുക്കിയിരിക്കുന്ന എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് മിറക്കിൾസ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ലഭിച്ച അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടി. ഈ വചനത്തിന് അഭിഷേകം വെളിപ്പെടട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന്, ആ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം കർത്താവിൽ നിന്ന് വലിയ നന്മകൾ, കൃപകളുടെ വലിയൊരു വർഷം ഞങ്ങൾ ഓരോരുത്തരിലേക്കും വെളിപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ ഇന്നിത് കാണണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുകളിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. എഫെസോസ് 2:6 നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. യു ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസ്. യേശു ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു ബോധ്യത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച്, കണ്ണടച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൂടെ നിങ്ങൾ ഇരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും നിങ്ങൾക്കൊരു സ്വർഗീയമായ ഐഡൻറ്റിറ്റി ഉണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ അത്യുന്നതൻ്റെ മറവിൽ, ചിറകിൻ്റെ കീഴിൽ വസിക്കുന്നവനാണ് നിങ്ങൾ. നിങ്ങൾ ഉള്ളവനാണ്, ലഭിച്ചവനാണ്, ദൈവകൃപ ലഭിച്ചവനാണ് നിങ്ങൾ. നിങ്ങൾ ഇല്ലാത്തവനെന്ന് പറയരുത്. നിങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയെന്ന് പറയരുത്. ഇല്ലാത്തവനെന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും, ഉള്ളവന് നൽകപ്പെടുമെന്ന് യേശു പറഞ്ഞത്. അവന് സമൃദ്ധി ഉണ്ടാകും. നിങ്ങൾക്ക് എന്താ ഉള്ളത്? യേശു ഉണ്ട്. നിങ്ങൾക്ക് യേശുവിലൂടെ നിങ്ങൾക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. യേശുവിനോടൊപ്പം സ്വർഗത്തിൽ നിങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു. യേശുവിനോടൊപ്പം അത്യുന്നതന്റെ മറവിൽ നിങ്ങൾ വസിക്കുന്നു. യേശുവിനോടൊപ്പം നിങ്ങൾ ഇരുത്തപ്പെട്ടവരാണ്. യു ആർ സീറ്റഡ് വിത്ത് ഹിം. ക്രിസ്തുവിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. റോമ 4:24-25. ക്രിസ്തുവിലൂടെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ ഞാൻ ക്രിസ്തുവിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് യേശുവിന് തിരുഹൃദയ തിരുനാൾ ദിവസമല്ലേ? ഈ ദിവസമല്ലേ നമ്മളിത് പറയണ്ടേ? ആ തിരുഹൃദയം കടന്നുപോയ വേദന എന്തിനായിരുന്നു? നിന്നെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. ഹെബ്രായർ 10:10. നിങ്ങൾ സ്വന്തം രക്തം കൊടുത്ത് കർത്താവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. 1 പത്രോസ് 1:18. നിങ്ങളുടെ വില അപ്പം എത്രമാത്രമാണ്? നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട്, അമൂല്യമായ രക്തം കൊണ്ട് ക്രിസ്തു നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പം നിങ്ങളുടെ വില എന്താണ്? ദൈവം നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ആത്മാവിൻ്റെ വില എത്രമാത്രം? അതല്ലേ യേശു പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് വില? കാരണം യുവർ സോൾ ഈസ് വർത്ത് മോർ ദാൻ ദ പ്ലാനറ്റ് എർത്ത്. ഈ പ്ലാനറ്റ് എർത്തിനേക്കാളും നിങ്ങൾക്ക് വാല്യൂമുണ്ട് നിങ്ങളുടെ സോളിന്. ആ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ വിലയുള്ളവനാണ്, വിലപ്പെട്ടവനാണ്.
ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. 1 പത്രോസ് 2:9. ആ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്നവനാണ്. റോമലേഖനം 5-ാം അധ്യായത്തിൽ പറയുകയാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിശ്വാസം വഴി നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. ഞാൻ റോമാലേഖനം 5-ാം അധ്യായം എന്നും പറയണമെന്നൊന്നും ഓർത്തതല്ല കേട്ടോ. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ റോമാലേഖനം 5-ാം അധ്യായം എന്ന് എടുത്തു കാണിച്ചു. അതുകൊണ്ട് ഞാനൊന്ന് വായിക്കുവാണ്. റോമ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്തിൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെ കൃപയാണ്, അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഇത് കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്നത്തെ ഈ ഒരു ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കർത്താവിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ഈശോ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പം ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം എന്താ? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. ഈ മഹത്വത്തിൽ നിത്യമായി പങ്കുചേരാമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം. ഈ മഹത്വത്തിൽ നിത്യമായി പങ്കുചേരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിത്യമായി പങ്കുചേരുവാൻ സ്വർഗം നമ്മളെ വിളിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഒരു 2 ലൈവ് ശുശ്രൂഷകളിലൂടെയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയോടൊപ്പം ഞങ്ങൾ ആയിരിക്കുന്നല്ലോ. ഇന്ന് ഞങ്ങളുടെ നടുവിൽ അങ്ങുണ്ടല്ലോ. മാനുഷികമായി ഞങ്ങളൊന്നും കാണുന്നില്ല കർത്താവേ. ഞങ്ങളുടെ ഇവിടെ കാണുന്നത്, ഞങ്ങളിവിടെ അനുഭവിക്കുന്നത് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഒന്ന് മാത്രമാണ്. ഞങ്ങളുടെ ബുദ്ധിയുടെ തലങ്ങളിൽ നിന്ന്, കെട്ടുകളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഞങ്ങളുടെ ബുദ്ധിയൊക്കെ ഡിസൈൻ ചെയ്ത ദൈവത്തോട് ചേർന്ന് ഞങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങൾക്ക് തന്ന നന്മകളൊക്കെ ഉപയോഗിച്ച് അതിലൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളും അസൈൻമെൻറ്റ്സും ജോലികളൊക്കെ ചെയ്തു തീർക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് മനസ്സിന് ശക്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ദൈവമക്കൾക്ക് ഇന്നത് ആവശ്യമാണല്ലോ. മനസ്സിന് ശക്തി ലഭിച്ച് അവിടുന്ന് പൗലോസ്ലീഹ ശക്തിപ്പെടുത്തിയതുപോലെ ഓരോ മക്കളെയും ശക്തിപ്പെടുത്തണം. ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്ക് പരസ്പര നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങൾ പരസ്പര നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോ പറയുന്നു, പൗലോസ്ലീഹ പറഞ്ഞ ആ വാക്യം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. ഇന്ന് നിന്നെ ബന്ധിച്ച അവസ്ഥകളിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കുന്നു. നിന്നെ തടസ്സം ചെയ്ത തടസ്സങ്ങൾ കർത്താവ് നിന്നെ മോചിപ്പിക്കുന്നു. നിന്നെ ശക്തനാക്കുന്നു, നമ്മെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കും. ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവ്. ഇന്നത്തെ ദിവസം സ്പെഷ്യലായിട്ടൊരു അനോയിറ്റിംഗ് നൽകി. ഇത് കേട്ട ഈ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം കൊണ്ട് ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കുവാനാകണമേ. പരസ്പരം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലും ഇത് വലിയൊരു അഭിഷേക പ്രാർത്ഥനയാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പറഞ്ഞേ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈ പറഞ്ഞു വിടുന്ന, നമ്മൾ ഇൻവോളണ്ടറി എന്താ പറയുക, അറിയാതെ പറയുന്ന ചില പ്രാർത്ഥനകളുണ്ടല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ തിരിച്ചറിവോടുകൂടി അത് ചൊല്ലിക്കഴിയും അതിനകത്തെ പവർ വെളിപ്പെടും. ഇവൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുവാണ്. എന്നോ പവറുള്ള പ്രാർത്ഥന എന്നറിയോ? ചില വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് കർത്താവ് ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നറിയോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. അത് പറയുന്ന സമയത്ത്, ഹോളി ക്രോസ് വരയ്ക്കുന്ന സമയത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് യേശു ക്രൂശി ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ നമ്മളോട് വെളിപ്പെടുത്തി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനോട് മഹത്വം കൊടുത്തു. ദുഷ്ടന്റെ പ്രവൃത്തി അഴിഞ്ഞു. കാരണം കർത്താവ് കുരിശിൽ അവനെ ആയുധവർഗം വെപ്പിച്ച് തോൽപ്പിച്ച് കളഞ്ഞു. തോറ്റവനാ. നമ്മൾ ചില രാജ്യത്തിലേക്ക് കയറുമ്പം നിങ്ങളുടെ പാസ്പോർട്ട് അല്ലേ, ഇപ്പം അമേരിക്ക ചെല്ലുവാണെങ്കിൽ ആ പാസ്പോർട്ട് വിസ ഉണ്ടെങ്കിൽ അമേരിക്കയിലോട്ട് കയറുവാണ്. അല്ലെങ്കിൽ വിസ വേണ്ടാത്ത രാജ്യങ്ങളിൽ പാസ്പോർട്ട് ഉള്ളവരാണെങ്കിൽ ആ രാജ്യത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ തന്നെ ഓപ്പണാണ്. അതുപോലെ തന്നെ കർത്താവ് കുരിശിൽ നേടിയെടുത്ത വിജയം, ആ തിരുരക്തത്തിൻ്റെ ശക്തി, അത് വെളിപ്പെടുമ്പോൾ തന്നെ സാത്താൻ ഇറങ്ങിവിടും. അവന് പേടിയാണ്. കാരണം എന്താ? കർത്താവ് ഓൾറെഡി അവൻ്റെ മേൽ നേടിയെടുത്ത വിജയമാണ്. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും
ആമേൻ. ആദിയിലെ പോലെ, ആദിയിൽ നേടിയ വിജയം ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുമാണ്. ദൈവത്തിന് സാത്താൻ എതിരല്ല. ദൈവത്തിന് എന്താ പറയുന്നത്, സാത്താൻ ഒരിക്കലും ദൈവത്തെ വെല്ലുവിളിച്ച് ഉയരാൻ സാധിച്ചിട്ടില്ല, സാധിക്കത്തുമില്ല. സാത്താൻ കബളിപ്പിച്ചതും പീഡിപ്പിക്കുന്നതും ആരെയായിരുന്നു? ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതിനെ, ദൈവം വന്ന് വസിക്കുവാൻ കൊതിച്ച് മെനഞ്ഞതിനെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെയും പ്രിയപ്പെട്ടവളെ. അതിനുവേണ്ടിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനായി കടന്നു വന്നത്. സ്വന്തം രക്തം കൊടുത്ത് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നെ അവൻ വിലയ്ക്ക് വാങ്ങി. നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. നിനക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ചവൻ നിഷ്കാസനം ചെയ്തു. ദൈവ നിയമത്തിനെതിരല്ല, എന്നാൽ ആ നിയമം നമുക്ക് പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാക്കുന്നു. പക്ഷെ ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാത്താൻ മനുഷ്യരെ ബന്ധിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മനുഷ്യൻ നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു ലിഖിത നിയമത്തിലൂടെ പുറപ്പെടുന്ന ശാപങ്ങളിൽ നിന്ന് ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം എല്ലാ ശാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും നീ മോചിതരാകുന്നതിന് വേണ്ടി, എല്ലാ ബന്ധനത്തിൽ നിന്നും നീ അഴിയപ്പെടുന്നതിന് വേണ്ടി ദൈവം ദൈവത്തെ തന്നെ ശൂന്യനാക്കി മനുഷ്യ സാദൃശ്യത്തിൽ, മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് കടന്നു വന്നു. എല്ലാ ബന്ധനങ്ങളും നിന്റെ ജീവിതത്തിൽ അഴിയുന്നത് യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി എന്താ ചെയ്ത് കഴിഞ്ഞതെന്നിട്ടുള്ള റെവലേഷനിൽ നീ വളരുവാൻ തുടങ്ങുമ്പോൾ, അത് മനസ്സിലാക്കി അതിനകത്ത് ആത്മാവിൽ, ഞാൻ പറഞ്ഞില്ല, ഒരു കടലിനടിയിലോട്ട് പോകുന്ന പോലെ അത് മനസ്സിലാക്കും തോറും ഡെലിവറൻസ് സംഭവിക്കുക. ഡെലിവറൻസ് മീൻസ് വെൻ യു ആർ ഇൻ ദ ബോണ്ട്, ഇൻ ദ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, ബാക്കിയെല്ലാം കത്തിച്ചാമ്പലാവും. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ അന്ധകാരാധിപത്യ ശക്തികൾ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ മേൽ കുരിശിൽ നേടിയെടുത്ത വിജയം, സാത്താൻ്റെ മേൽ യേശു നേടിയെടുത്തൊരു വിജയമുണ്ട്. ആ വിജയത്തിനകത്തേക്ക് നിന്നെ ക്രിസ്തു കൊണ്ടുവന്നു. ഒരു പോലീസുകാരൻ യൂണിഫോം ഇട്ട് കഴിയുമ്പോഴാണ് അയാൾക്ക് പവർ ഉണ്ടാകുന്നതെന്ന് പറയുന്നല്ലേ. പോലീസുകാരൻ യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ പവർ ഉണ്ടാകും. ബാപ്റ്റിസം എന്താണെന്നറിയോ? എന്താ ബാപ്റ്റിസം? ബാപ്റ്റിസം എന്തിനായിരുന്നു? വചനത്തിൽ പറയുകയാണ്, ബാപ്റ്റിസം സ്വീകരിച്ചവൻ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കുരിശിൽ സാത്താൻ്റെ മേൽ വിജയം നേടി യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അനീഷ്പതർ അതിനകത്ത് വചനം ഉണ്ടാകുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം, അതും കൂടെ പറഞ്ഞേക്കാം. ഈശോയെ ആരാധന. ഗലാത്യ ലേഖനം 3-ാം അധ്യായം, അതിൻ്റെ 26-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. പറഞ്ഞു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളെല്ലാം ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ബാപ്റ്റിസം സ്വീകരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിനക്ക് ക്രിസ്തുവിലുള്ള സകല നന്മകളും ഉണ്ട്. ആ നന്മകൾ നിന്റെ ആത്മാവുമായിട്ട് കണക്റ്റഡാണ്. അത് ആക്സസ് ചെയ്യുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുക മാത്രം ചെയ്യുക. ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും, അയ്യോ എൻ്റെ നാളിൻ്റെ പ്രശ്നമാണോ, എൻ്റെ ജാതകത്തിൻ്റെ പ്രശ്നമാണോ, എൻ്റെ ജ്യോതിഷത്തിൻ്റെ പ്രശ്നമാണോ? പഴയ നിയമത്തിലെ കൽപ്പനകളുണ്ട്. പല ക്രിസ്ത്യാനികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പലർക്ക് പേടിയാണ്. പലരും എനിക്ക് ഈ മെസ്സേജ് ചോദിക്കും, ലൈഫിൽ പ്രശ്നം വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് നോക്കാൻ പോയിട്ട് കുംസാരക്കൂട്ടി പോയിട്ട് ഞാനത് ചെയ്തതെന്ന് പറയുക. കാരണം അവരുടെ ഉള്ളിൽ മുഴുവൻ റൂട്ടഡ് അയക്കുന്ന പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. ദൈവം ഇനി വല്ലതും ശിക്ഷിക്കൂ എന്നുള്ള ചിന്തയൊക്കെ. അങ്ങനെയല്ല. പുതിയ നിയമ വിശ്വാസി എന്ന് പറയുന്നത് നിങ്ങൾ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിന് ലഭിച്ച നിങ്ങൾക്ക് ആത്മാവിൻ്റെ അഭിഷേകം ഉള്ളപ്പോൾ മറ്റു പലതിന് ആവശ്യമില്ല. കാരണം ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ദൈവം തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കൂടെ വന്നിരുന്ന് നിങ്ങളെ സഹായിക്കുക. ഹല്ലേലൂയ. ഡിഫറൻസ് മനസ്സിലാക്കണം. കൽപ്പന കാരണം ഭയക്കുന്ന ഒരു ലോകത്ത് നിന്ന്
ദൈവരാജ്യത്തിനുള്ളിലേക്ക് ഒരാൾ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വചനത്തിലൂടെയുള്ള ഒരു വീണ്ടും ജനനം, യേശുക്രിസ്തുവിനുള്ള ഒരു വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴാണ്, ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിയുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. നക്ഷത്രങ്ങളും രാശികളും ഭൂമിയും പ്രപഞ്ചവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഉള്ളിൽ നീ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ജ്ഞാനസ്നാനത്തിൽ നിങ്ങൾ, വിശ്വാസ സ്നാനത്തിൽ നിങ്ങൾ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നു യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി, ഗലാത്യ 3-ാം അധ്യായം 26-ാം വാക്യം, യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കണ്ടോ, ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ബാപ്റ്റിസം. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ആരുടെ ഉള്ളിലാ? സകല നക്ഷത്രങ്ങളെയും സകലതിലും സൃഷ്ടിച്ച ആൽഫയും ഒമേഗയും ആകുന്ന ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. ദ ഹോൾ ഹെവൻ ബാക്സ് യു അപ്പ്. ഹെവൻ മുഴുവനും നിങ്ങളെ ബാക്കപ്പ് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞ് അധരം തുറന്ന്, എനിക്ക് എൻ്റെ യേശു ഉള്ളത് കൊണ്ട് എനിക്കെല്ലാം ഉണ്ട്. അപ്പം ആർക്കത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്? ഈ ഒരു കോൺഫിഡൻസ് ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ പൗലോസിനെ പഠിപ്പിക്കുക, എന്നെ ശക്തനാക്കുമോ ദൈവം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യാൻ സാധിക്കും. അപ്പം ഈ ഒരു ബോധ്യം, ഈ ഒരു തിരിച്ചറിവ് കിട്ടിയ ഒരു മനുഷ്യൻ, ഈ ഭൂമിയിലെ ജീവിതം എന്നുള്ളതൊരു മിഷൻ ഫീൽഡാണ്. അവനറിയാം, ഐ എം ഹിയർ ഫോർ എ മിഷൻ ഫീൽഡ് ടു ബ്രിങ് കിങ്ഡം ഓഫ് ഹെവൻ ഇൻ ടു ദി എർത്ത്. സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാനുള്ള ഒരു മിഷൻ ഫീൽഡിൽ ദൈവം ആക്കി വച്ചിരിക്കുകയാണ്. ഇതിനപ്പുറമായിട്ട് ദൈവത്തോടൊപ്പം വസിക്കുന്ന, ജീവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം ഭൂമിയിലെ ജീവിതം എക്സൈറ്റിംഗ് ആണ്. സഹനത്തിന് നടുവിലും അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ എക്സൈറ്റിംഗ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് എല്ലാത്തിനെയും ക്രിസ്തുവിലൂടെ മറികടക്കുന്ന ആ ഒരു വാഴ്ചയുടെ ജീവിതം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം, കൃപയുടെ നീതിയുടെ ദാനത്തെ സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ വഴിയായി എത്രയോ അധികമായി ജീവനിൽ വാഴും. ജീവൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ അഭിഷേകത്തിൽ വാഴുവാൻ സ്വർഗം നമ്മളെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ജോസഫിൻ്റെ കാര്യം വീണ്ടും ഈശോനെ ഓർമ്മിപ്പിക്കുന്നു. ജോസഫിൻ്റെ മുമ്പിൽ ഒരു ടെംപ്റ്റേഷൻ വന്നപ്പോൾ, പോത്തിഫറിൻ്റെ ഭാര്യയുമായിട്ട് വ്യഭിചരിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ ആളുടെ മുമ്പിലുണ്ട്. പക്ഷെ ആളതിനെ മറികടന്നു, ദൈവകൃപയിൽ ആശ്രയിച്ച് മറികടന്ന് തൊട്ടു പുറകെ കർത്താവ് ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണ്. അതുവരെ സ്വപ്നങ്ങൾ ലഭിച്ചിരുന്ന ജോസഫിന് സ്വപ്നങ്ങൾ വിവർത്തിക്കാനുള്ളൊരു ഗ്രേസ് കിട്ടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കുമ്പോൾ ദൈവത്തിൻ്റെ ചില പ്രൊമോഷനുകൾ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടത് അത് കടന്നു വരും. അത് നിങ്ങൾ അനുഭവിക്കണം. ആ പ്രൊമോഷൻ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ജഡത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവിക ജീവൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വചനത്തിൽ, പാപത്തിൻ്റെ ശമ്പളം മരണം അത്ര, എന്നാൽ ദൈവത്തിൻ്റെ ദാനമോ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. ദൈവം ദാനമായിട്ട് നൽകുകയാണ്. ഈ ദൈവിക ദാനത്തെ സ്വീകരിച്ച് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ വളർന്നു വരണം. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ ആ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച്, അങ്ങനെ ദൈവരാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവമാണ്, നമുക്ക് യേശുക്രിസ്തുവിലൂടെ എല്ലാം ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ എല്ലാം എനിക്കുണ്ട് എന്നുള്ള ആ ബോധ്യം ഉള്ളവന് നൽകപ്പെടും. ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ബോധ്യം എന്താ? പിതാവ് എന്നോടൊപ്പമുണ്ട്, പരിശുദ്ധാത്മാവ് എന്നോടൊപ്പമുണ്ട്. പിതാവേ, അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം, കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം. ആ ബോധ്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഭൂമിയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നവരാണ്. മനുഷ്യർ നോക്കും നിനക്കെന്തുണ്ട്, മനുഷ്യർ പലതും നിന്നെക്കുറിച്ച് പറയുന്നുണ്ടായിരിക്കും. അതില്ല, ഇതില്ല, നിനക്ക് ആ ഉത്തരം കിട്ടിയിട്ടില്ല, അതായിട്ടില്ല, ഇതായിട്ടില്ല. അതിലേക്കൊന്നും നോക്കല്ലേ, യേശുവിലേക്ക് മാത്രം നോക്കിക്കേ. ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ് ഒരു മൾട്ടിപ്ലിക്കേഷൻ അവിടെ സംഭവിക്കും. നിനക്കുള്ള നന്മകൾ വർദ്ധിച്ചു വരും. ആ യേശു പറഞ്ഞത്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും. യേശുവിൻ്റെ അത്ഭുതം രോഗസൗഖ്യങ്ങൾ മാത്രമല്ല, യേശു മരിച്ചവരെ ഉയർപ്പിച്ച മാത്രമല്ല ചെയ്തത്, വെള്ളത്തിന് മുകളിൽ നടക്കുക മാത്രമല്ല ചെയ്തത്. കർത്താവ് ഫുഡ് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലൈ ചെയ്യും. ഇറ്റ് വിൽ മൾട്ടിപ്ലൈ. ഉള്ള നന്മകൾ വർദ്ധിക്കും. അതൊരു കൃപ, ഒരു അഭിഷേകമാണ്. പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ ഒത്തിരി സീക്രട്ടുകളുണ്ട്. ഇതെല്ലാം യേശു നമുക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മൾ മനുഷ്യരിങ്ങനെ റിച്ച് ബിക്കം റിച്ചർ എന്ന് പറയും, പുവർ റിമെയിൻസ് പുവർ.
യേശു പറഞ്ഞ യേശു അതിൻ്റെ ഒരു ആത്മീയ സത്യം നമുക്ക് മനസ്സിലാക്കി തന്നു. അതായത് എന്താ, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. കാരണം അവന് ഉണ്ടെന്നുള്ള ബോധ്യത്തിലാണ് അവൻ മുമ്പോട്ട് പോകുന്നത്. ഇന്ന് നിനക്ക് ജോസഫിൻ്റെ അവസ്ഥ ചിലപ്പോൾ ഒന്നും മാനുഷികമായിട്ടില്ലെങ്കിൽ കൂടി നീ പറയരുത് അത്. നീ വിശ്വസിക്കേണ്ടത് എന്താ, യേശു എനിക്കുള്ളതുകൊണ്ട്. ജോസഫ് വിശ്വസിച്ചു, ശൂന്യതയുടെ നടുവിലും യേശു കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. ദൈവമുള്ള ഞാൻ സമ്പന്നനാണ്, ദൈവം കൂടെയുള്ള ഞാൻ സമ്പന്നനാണ്. 2 കൊരിന്ത്യർ 5:20. ദൈവത്തിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ പാപമറിയാത്തവൻ എനിക്കായി പാപമായി തീർന്നതിലൂടെ ഞാൻ ദൈവത്തിൻ്റെ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അപ്പം നിങ്ങൾ അതിനെ തുറന്ന് പറയണം, ഈശോയുടെ കുരിശു മരണത്തിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഈശോ ഉള്ള ഞാൻ, ഈശോയിൽ ബാപ്റ്റിസത്തിൽ ഈശോയോട് ഏകീഭവിച്ച ഞാൻ, റോമ 8:1, ആ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈശോയോട് ഒന്നായി തീർന്ന എനിക്ക് എൻ്റെ ദൈവം അനുകൂലമായിട്ടുണ്ട്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളിലും എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് മേശയൊരുക്കും. നിന്റെ ശത്രുക്കൾ നിന്റെ ചുറ്റും നിൽക്കുന്നതിൻ്റെ നടുവിൽ നീ ദൈവത്തെ ഉയർത്തും, വചനം പ്രഘോഷിക്കും. അതിൻ്റെ നടുവിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. നിന്റെ ശത്രുവിൻ്റെ നടുവിൽ ഞാൻ മേശയൊരുക്കുമെന്ന് അർത്ഥം പറയുന്നത്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെ ചുറ്റുവളഞ്ഞ് നിങ്ങളുടെ ചുറ്റും ശത്രുക്കൾ നടക്കുമായിരിക്കും. നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ചുറ്റും. പക്ഷെ അതിൻ്റെ നടുവിൽ നിങ്ങൾ യേശുവിനെ ഉയർത്തുമ്പോൾ ഇന്ന് അത്ഭുതം നടക്കും. ശത്രുവിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്നതിന് വേണ്ടി ഈശോ ഈ ഭൂമിയിൽ വന്നത്. പാതാളത്തിനോ ശത്രുവിനോ നരകത്തിനോ നിനക്കെതിരെ ഉയർത്തുന്ന വെല്ലുവിളി ഉണ്ടല്ലോ, ആ വെല്ലുവിളി ഏറ്റെടുക്കുന്ന സ്വർഗമാണ്. കർത്താവിന് വേണ്ടി നീ നിൽക്കുമ്പോൾ നിന്റെ വെല്ലുവിളിയെ നീ തന്നെയല്ലേ ഏറ്റെടുക്കുന്നത്, സ്വർഗമായി ഏറ്റെടുക്കുന്നത്. ഇപ്പം അമേരിക്കയുടെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ അംബാസഡർ, അയർലൻഡിൻ്റെ, UK-യുടെ, ഇന്ത്യയുടെയോ ഏതെങ്കിലും രാജ്യത്ത് ചെല്ലുമ്പോൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി തനിച്ചാണ്. ചിലപ്പോൾ ആ വ്യക്തി നിൽക്കുന്ന രാജ്യത്തിൽ ഭൂരിപക്ഷം ആ വ്യക്തിയിൽ നിന്ന്, ഇപ്പം ഇന്ത്യക്കാരൻ ഒരു അംബാസഡർ ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ ചുറ്റുമുള്ള രാജ്യത്തിലെ ആൾക്കാരായിരിക്കും മെജോറിറ്റി. പക്ഷേ ഒരു രാജ്യം ഈ വ്യക്തിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ബാക്കപ്പ് ചെയ്യുന്നത് ദൈവരാജ്യമാണ്, ദൈവരാജ്യത്തിൻ്റെ സപ്പോർട്ടിലാണ്. അതല്ലാതെ യേശുവിനെക്കുറിച്ച് പറയാൻ ലോകത്ത് ആർക്കും പറ്റത്തില്ല. യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഈ ഭൂമിയിൽ ആരെങ്കിലും, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈശോയെക്കുറിച്ച് പറയണമെങ്കിൽ ദൈവരാജ്യത്തിന് ബാക്കപ്പ് ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. ബാക്കി ആരെക്കുറിച്ച് വേണമെങ്കിലും പറയാം, എന്ത് കാര്യത്തെക്കുറിച്ച് ഭൂമി വീഡിയോ ഉണ്ടാക്കാം. ദൈവരാജ്യത്തിൻ്റെ ബാക്കപ്പ്. അപ്പം ആ ദൈവരാജ്യം നിങ്ങളെ ബാക്കപ്പ് ചെയ്യും. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. നിങ്ങൾക്കെതിരെ ഉയരുന്ന വെല്ലുവിളികൾ ദൈവരാജ്യത്തിനെതിരെ ഉയരുന്ന വെല്ലുവിളികളാണ്. ഇന്ന ദിവസം പ്രാർത്ഥിക്കുന്ന പിതാവേ, ദൈവരാജ്യത്തിൻ്റെ വലിയ ശക്തികൾ, അഭിഷേകങ്ങൾ, വിടുതലുകൾ, ഡെലിവറൻസുകൾ ഇന്ന് മാനിഫെസ്റ്റ് ആകട്ടെ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ, ഭവനങ്ങളിൽ, സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലങ്ങളിലും കൊടുങ്കാറ്റടിക്കുന്ന പോലെ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. ഒന്നുകൂടെ പറഞ്ഞു, എന്നോട് ഒന്ന് പ്രാർത്ഥിച്ച്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. എല്ലാവർക്കും ഈശോയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണേ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട വചനം ഇതിലെ വിടരുത്, ഉള്ളിലോട്ടെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളിത് കേട്ട് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. നാളെ ഒരു പ്രത്യേക ഒരു കൺവെൻഷനിൽ ഇംഗ്ലീഷുകാർക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ആത്മാവിൻ്റെ അനുഭവം അവർക്കുണ്ടാകുവാനിടയാകട്ടെ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഈശോയുടെ സന്നിധി ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. ഗോഡ് ബ്ലസ്.